അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 27 തിങ്കളാഴ്ച. കേരള തീരത്ത് മണിക്കൂറിൽ 74 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. PM ശ്രീ വിവാദത്തിൽ സമവായ നീക്കം. ചർച്ചകൾ തുടരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായി ആലപ്പുഴയിൽ വെച്ച് ചർച്ച നടത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ചർച്ച നടക്കുമെന്ന് ബിനോയ് വിശ്വം അറിയിച്ചത്. ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രിയുമായി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തുക. PM ശ്രീ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വിവാദത്തിൽ CPI നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയേണ്ടതൊക്കെ പറയും എന്നായിരുന്നു മന്ത്രി കെ രാജന്റെ പ്രതികരണം. നിലപാടുകളുള്ള പാർട്ടിയാണ് CPI എന്നും പാർട്ടിക്ക് പറയാനുള്ളതെല്ലാം പാർട്ടി സെക്രട്ടറി പറയുമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും ഒരു കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത വിധം മുന്നോട്ട് പോകുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ CBIയെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ JB മേത്തർ MP. പിണറായി മോദി മകൾ മണി, അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇനി അറിയപ്പെടാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ മഹിളാ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും അവർ പറഞ്ഞു. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണം ദുർബലമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. ഉന്നത ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ഇടപെടലുകളാണ് കേസ് ദുർബലമാക്കുന്നത്. അന്വേഷിക്കുവിൻ, എന്നാൽ കണ്ടെത്തരുത് എന്ന രീതിയിലാണ് അന്വേഷണം. കേസ് സംബന്ധിച്ച പരസ്യ വിമർശനത്തിന് പിന്നാലെയാണ് തന്നെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നും കേസ് CBIക്ക് വിടണമെന്നും ജോസഫ് മാത്യു ആവശ്യപ്പെട്ടു. തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരൻ. സലാം MLA G സുധാകരന്റെ വീട്ടിലെത്തിയാണ് ചടങ്ങിന് ക്ഷണിച്ചത്. തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട്. ക്ഷണിക്കുന്നതിനായി സലാം വീട്ടിലെത്തിയപ്പോൾ G സുധാകരൻ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ക്ഷണക്കത്തും നോട്ടീസും വീട്ടിലേൽപ്പിച്ച് മടങ്ങുകയായിരുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണത്തിന് ഇന്ന് സമാപനം. ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ G സുധാകരനാണ് ദീപശിഖ കൈമാറിയത്. 2019 വരെ VS അച്യുതാനന്ദനാണ് ദീപശിഖ തെളിയിച്ചത്. അതിനുശേഷം G സുധാകരനാണ് ദീപശിഖ കൈമാറുന്നത്. നെടുമ്പാശ്ശേരി മുതൽ തൃശൂരിന്റെ ഉൾപ്രദേശങ്ങൾ കണക്ട് ചെയ്ത് പാലക്കാട് വരെ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം വേണമെന്ന് കേന്ദ്രമന്ത്രിയും തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപി. കേന്ദ്ര വൈദ്യുതി ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ചുള്ള 2024 ഡിസംബർ 22 പങ്കുവച്ച ഒരു പോസ്റ്റും സുരേഷ് ഗോപി റീഷെയർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരിയെ പാലക്കാട്ട് നിന്ന് തൃശൂരിന്റെ ഉൾവഴികളിലൂടെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട റാപ്പിഡ് റെയിൽ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നുമാണ് ഈ പോസ്റ്റ്. കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയാണ് ആലപ്പുഴയെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിമർശനത്തിന് രൂക്ഷ ഭാഷയിൽ മറുപടി നൽകി SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. ആലപ്പുഴയുടെ കാറ്റേറ്റാൽ ചിത്തഭ്രമം കുറച്ച് ഭേദമായേക്കുമെന്ന് ശിവപ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്നത് ദുരൂഹ ബിസിനസ് ഡീലാണെന്ന് ഹൈബി ഈഡൻ MP.
സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം വേണമെന്നും കലൂർ സ്റ്റേഡിയത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന സ്പോൺസർ ആൻഡോ അഗസ്റ്റിന്റെ നിലപാടിൽ സംശയമുണ്ടെന്നും കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ മറവിൽ അനധികൃത മരം മുറി നടന്നെന്നും ഹൈബി ആരോപിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെക്കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചും സർക്കാർ വ്യക്തമാക്കണമെന്നും ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടു. അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ചില ക്രിമിനലുകൾ മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ടെന്നും അതിനെ നേരിടുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തന്നെക്കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയുമില്ലെന്നും BPL കമ്പനി തന്നെ ഇതു സംബന്ധിച്ച് വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അർജന്റീന ഫുട്ബോൾ ടീമിനെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രകോപിതനായി കായികമന്ത്രി V അബ്ദുറഹിമാൻ. അർജന്റീന ഫുട്ബോൾ ടീം എത്തുന്നുവെന്ന് പറഞ്ഞ് ദുരൂഹ ഇടപാടുകൾ നടന്നുവെന്ന് ഹൈബി ഈഡൻ ആരോപിച്ചിരുന്നു. ഇതിനോടുള്ള പ്രതികരണം ചോദിക്കാൻ ശ്രമിക്കവെയാണ് മന്ത്രി ചാനൽ മൈക്കുകൾ തെറ്റിത്തെറിപ്പിച്ച് കുപിതനായത്. പിന്നാലെ സ്കൂളിലേക്ക് കയറിയ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന AC മൊയ്തീനും മാധ്യമങ്ങളെ തടയാനെത്തി. ചാനൽ മൈക്കുകൾ പിടിച്ചു താഴ്ത്തുകയും വൃത്തികേട് കാണിക്കരുതെന്നുമാണ് AC മൊയ്തീൻ പറഞ്ഞത്. ഇതിന് പിന്നാലെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സംഘം മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ പാലക്കാട് BJP നഗരസഭാ അധ്യക്ഷയോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. പരിപാടിയിൽ പങ്കെടുത്തതെന്തിനെന്ന് പ്രമീള ശശിധരൻ വ്യക്തമാക്കണം. സംഭവത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും അതൃപ്തി അറിയിച്ചു. പ്രമീളയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് C കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷനും ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ പാർട്ടിക്ക് വിശദീകരണം നൽകി മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. MLA ഫണ്ട് വിനിയോഗിക്കുന്നതിലാണ് പങ്കെടുത്തതെന്നാണ് വിശദീകരണം. പാർട്ടി എന്തു നടപടിയെടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പ്രമീള വ്യക്തമാക്കി. പ്രമീള ശശിധരനെ തള്ളി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ നിലപാട് ഘടിപ്പിച്ച് കൃഷ്ണകുമാർ പക്ഷം രംഗത്ത് വന്നിരുന്നു. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വികസന സദസ്സ് നടന്ന വേദിക്ക് മുന്നിൽ ചാണ്ടി ഉമ്മൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പരിപാടിയുടെ പോസ്റ്ററിലും പ്രചരണ സാമഗ്രികളിലും അനുവാദമില്ലാതെ പേരും ചിത്രവും ഉപയോഗിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നിർമ്മാണം നിലച്ചുകിടക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നതിനെതിരെയും ചാണ്ടി വിമർശനം ഉന്നയിക്കുന്നു. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാതെ സിവിൽ സ്റ്റേഷൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തൃശൂർ കുട്ടനെല്ലൂരിൽ പോലീസ് ജീപ്പ് മറിഞ്ഞ് DYSP ഉൾപ്പെടെ 2 പോലീസുകാർക്ക് പരിക്ക്. DYSP ബൈജു പൗലോസിനും ജീപ്പ് ഓടിച്ചിരുന്ന പോലീസ് ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് DYSP ബൈജു പൗലോസ്. ഇന്ന് രാവിലെ 8:30 കുട്ടനെല്ലൂരിൽ വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 2 പേരെയും ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾക്ക് ഇന്ന് തുടക്കം. ജിയോളജി, പൊതുമരാമത്ത്, റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംയുക്ത സംഘം സ്ഥലത്തെത്തും. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ ഉടൻ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. ഇടുക്കി അടിമാലിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അടിമാലി പോലീസ്. കേസിൽ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷം തുടർ നടപടികളെന്ന് അടിമാലി പോലീസ് അറിയിച്ചു. മണ്ണിടിച്ചിലിൽ വീടിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് ബിജുവിനെ കണ്ടെത്തിയത്. വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ. ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും മുൻ തന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. തെരുവുനായ വിഷയത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ താഴ്ന്നുവെന്ന വിമർശനവുമായി സുപ്രീം കോടതി.
തെരുവുനായ ആക്രമണം സംബന്ധിയായ നോട്ടീസിന് 2 സംസ്ഥാനങ്ങളും ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനും മാത്രമാണ് മറുപടി സമർപ്പിച്ചതെന്നും 2 മാസം മുൻപ് നൽകിയ നോട്ടീസിനാണ് മറുപടി തരാൻ വൈകുന്നതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം തെരുവുനായ പ്രശ്നങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുന്നുവെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. സർക്കാരുകളുടെ നിസ്സംഗതയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ സുപ്രീം കോടതി പശ്ചിമ ബംഗാൾ, തെലങ്കാന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ ഒഴികെയുള്ള എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും ഹാജരാകാനും നിർദ്ദേശം നൽകി. കോടതി നിർദ്ദേശത്തിനു പിന്നാലെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർ ഹാജരാകണം. മോന്ത ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും. ആന്ധ്രാപ്രദേശിലെ മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ ചുഴലിക്കാറ്റ് നാളെ രാവിലെ കരതൊടും. ചുഴലിക്കാറ്റ് കരതൊടുന്നതിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി. ശ്രീകാകുളം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആന്ധ്രയിൽ 23 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. റോഡിലോ കുഴിയിലോ ആൾതുളയിലോ വീണ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 6 ലക്ഷം രൂപയും പരിക്കേൽക്കുന്നവർക്ക് 50,000 മുതൽ 2.5 ലക്ഷം രൂപ വരെയും നഷ്ടപരിഹാരം നൽകാൻ മുംബൈ ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ നഷ്ടപരിഹാരം കരാറുകാരനിൽ നിന്ന് ഈടാക്കിയ പിഴയിൽ നിന്നോ അല്ലെങ്കിൽ അന്വേഷണത്തിന് ശേഷം കുറ്റക്കാരായി കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥൻ, എഞ്ചിനീയർ എന്നിവരിൽ നിന്നോ ഈടാക്കാനും ഉത്തരവിൽ പറഞ്ഞു. ജോലിക്കെത്താതെ 2 വർഷത്തിനുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാര്യ 37.54 ലക്ഷം രൂപ ശമ്പളമായി കൈപ്പറ്റിയ സംഭവം വിവാദമാകുന്നു. രാജസ്ഥാനിലാണ് സംഭവം. സർക്കാർ ടെൻഡർ ലഭിക്കുന്നതിന് പകരമായി 2 സ്വകാര്യ കമ്പനികളുടെ വ്യാജ ജീവനക്കാരിയായി ലിസ്റ്റ് ചെയ്യപ്പെട്ടാണ് ഈ വൻതുക ഉദ്യോഗസ്ഥന്റെ ഭാര്യ കൈപ്പറ്റിയത്. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയിലൂടെയാണ് ഈ തട്ടിപ്പ് പുറത്തുവന്നത്. തുടർന്ന് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. സുപ്രീം കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്തിനെ നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായി ശുപാർശ ചെയ്തു. നിലവിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജസ്റ്റിസാണ് സൂര്യകാന്ത്. ഈ വർഷം നവംബർ 23-ന് ജസ്റ്റിസ് BR ഗവായിയുടെ കാലാവധി അവസാനിക്കുന്നതോടെ പുതിയ ചീഫ് ജസ്റ്റിസ് ചുമതലയേൽക്കും. ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും തകർന്നു വീണു. തിങ്കളാഴ്ചയാണ് ഹെലികോപ്റ്റർ അപകടം US നാവികസേന സ്ഥിരീകരിച്ചത്. സുരക്ഷാ സംബന്ധിയായ ആശങ്കയുണ്ടാക്കുന്നതാണ് സംഭവമെന്നാണ് US നാവികസേന വിശദമാക്കുന്നത്. ഏറെക്കാലത്തിന് ശേഷം ISIS ഭീകരവാദികൾ വീണ്ടും സംഘടിച്ചു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. സിറിയയിലെ IS സെല്ലുകൾ പുനഃസംഘടിപ്പിക്കുകയും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായി കുർദിഷ് ഭീകരവിരുദ്ധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് സമ്മാനിച്ച ആർട്ട് ഓഫ് ട്രയംഫ് എന്ന കലാസൃഷ്ടി ഒരു സാധാരണ നയതന്ത്ര സമ്മാനമായി കാണാനാവില്ലെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഇന്ത്യൻ ഭൂപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭൂപടമുള്ള കലാസൃഷ്ടിയാണ് യൂനുസ് പാക് സൈനികോദ്യോഗസ്ഥന് നൽകിയത്. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് 2025 പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇരയെ പഴിക്കുന്ന പരാമർശം നടത്തി മധ്യപ്രദേശ് മന്ത്രി. മന്ത്രിയുടെ പരാമർശത്തിൽ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരായ 3-ാം മത്സരത്തിനിടെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കേറ്റ പരിക്ക് ഗുരുതരം. സിഡ്നിയിലെ ആശുപത്രിയിലുള്ള താരത്തെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ചു. രക്തസ്രാവം മൂലമുള്ള അണുബാധ പടരുന്നത് തടയേണ്ടതുള്ളതിനാൽ രോഗം ഭേദമാകുന്നതിനനുസരിച്ച് 7 ദിവസം വരെ അദ്ദേഹം നിരീക്ഷണത്തിൽ തുടരേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.